ഹേ ഗായ്സ്, അപ്പം റീസെന്റ് എൻ്റെ പെണ്ണുകാണൽ ചടങ്ങൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഞാനും ചേച്ചിയും കൂടി ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയി. ബൊക്കെ സെറ്റ് ചെയ്യണം, ഡ്രസ്സ് ഒക്കെ ചെയ്യണം, നോക്കണം, എൻ്റെ ഹാമ്പർ സെറ്റ് ചെയ്യണം. ഇതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ പല ഷോപ്പിൽ നിന്നും ഹാൻഡ് പിക്ക് ചെയ്ത് പല തരത്തിൽ അന്വേഷിച്ച് അങ്ങനെ ചെയ്താണ് ഓരോ ഡീറ്റെയിലിങ്ങും. വീട് മൊത്തം അതിൻ്റെതായ പ്രിപ്പറേഷനിൽ എല്ലാവരും ബിസിയാണ് കേട്ടോ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ ഇടയിലേക്ക് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ. ഞാനിതൊക്കെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈനൽ ഡ്രസ്സിലേക്കുള്ള കുറച്ച് വർക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത് ബൊക്കെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബോബിന്റെ ബൊക്കയും എന്റെ ബൊക്കയും ഒക്കെ ഞാൻ തന്നെയാണ് സെറ്റ് ചെയ്തത്. അങ്ങനെ ഈവനിങ് സൺഡേ പള്ളിയിലൊക്കെ പോയി പിന്നെ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കളക്ട് ചെയ്ത് കുറച്ച് നെയിൽ എക്സ്റ്റൻഷൻ ഒക്കെ വെച്ച് നേരെ പോയി വേവ്സിൽ പോയി കുറച്ച് ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്തു. ദെൻ നമ്മൾ നേരെ പോയത് ബഡാ ബസാറിലേക്കാണ്. അവിടെ പോയിട്ട് എനിക്ക് എന്റെ ഭയങ്കര ആഗ്രഹമാണ് ഫ്ലവർ സെറ്റ് ചെയ്യാന്നുള്ളത്. അതും ഇങ്ങനത്തെ ഭരണിയില് നമ്മളെ കാലിക്കറ്റുകാർക്ക് ഹൽവ സ്പെഷ്യൽ അല്ലേ, അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നേരത്തെ സെറ്റ് ചെയ്ത ബൊക്കെയൊക്കെ നേരെ ഷോപ്പിലൊക്കെ ഏൽപ്പിച്ചു. അങ്ങനെ നാളത്തേക്ക് വേണ്ടി എല്ലാം ഓൾമോസ്റ്റ് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ പിള്ളേരൊക്കെ കിടത്തി ഉറക്കി, അവർ ആരും ഉറങ്ങുന്നില്ല. ദെൻ നേരെ പോയത് ഫ്ലവർ സെറ്റ് ചെയ്യാനാ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഒക്കെ വെക്കുമ്പോൾ തന്നെ ആ ഒരു ഏരിയ മൊത്തം നമുക്ക് ഭയങ്കര ഫ്രഷ് ഫീൽ ആണ്. അങ്ങനെ പുറത്ത് പന്തലിട്ടൊക്കെ കണ്ടിട്ട് പിന്നെ നേരെ പോയത് വീടൊക്കെ ബാക്കി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാ. ദെൻ അങ്ങനെ എല്ലാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തു. ഓൾമോസ്റ്റ് പണിയൊക്കെ ചേച്ചിമാരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത പണി ഹൽവയൊക്കെ നല്ല ഷേപ്പിൽ കട്ട് ചെയ്യാന്നുള്ളതാണ്. നോക്ക്, ടൈം 12:30 ആയി. അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കി പിന്നെ ബൈ.